പ്രശസ്ത നാടകകൃത്തും തിരക്കഥാകൃത്തും നാടകരചനയ്ക്ക് ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ളതുമായ ശ്രീ പുരുഷൻ കടലുണ്ടിയാണ് നമ്മുടെ അടുത്ത അതിഥി. ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എന്നും ടീച്ചറോടൊപ്പം സഹയാത്രികനായി ഉണ്ടായിരുന്ന ശ്രീ പുരുഷൻ കടലുണ്ടിയെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. കോഴിക്കോട്ടെ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ടാണല്ലോ അല്ലേ ടീച്ചറുമായിട്ട് കൂടുതൽ അടുപ്പം വരുന്നത്. എന്തൊക്കെയായിരുന്നു ഈ പ്രവർത്തനങ്ങൾ? ഞാൻ വളരെ കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലത്ത് MN കുറുപ്പ് എന്ന് പറഞ്ഞ ഒരു പത്രാധിപരുണ്ട്, ദേശാഭിമാനിയുടെ. അപ്പം അന്നത്തെ യുവജന പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ ആയിട്ട് അങ്ങേരുമായിട്ട് വളരെ പരിചയത്തിൽ. അപ്പം ടീച്ചർ അന്ന് എഴുതി വന്നെങ്കിലും നല്ല പ്രസിദ്ധിയുള്ള എഴുത്തുകാരിയാണ് അന്നും ചെറുപ്പത്തിലും. അപ്പോൾ ടീച്ചറെടുത്ത് സൃഷ്ടിക്ക് വേണ്ടി MN പോകുമ്പോൾ കൂടെ ഞാൻ പോകാറുണ്ട്. പലപ്പോഴും വീടിൻ്റെ വഴിക്ക് വന്ന് MN കുറുപ്പ് സാർ പറയും, നിൽക്ക്, അവിടെ എന്താ സ്ഥിതി നോക്കിയിട്ട് പോവാം എന്ന് പറയും. അപ്പോൾ എനിക്ക് സ്ഥിതിവിശേഷങ്ങളുണ്ട്. ആ സ്ഥിതിവിശേഷം വേറെയല്ല, ടീച്ചർ ഓരോപ്പം പറഞ്ഞില്ലേ വളരെ കട്ടൻ ഡ്രൈ. ശരി, നോ എന്ന് പറഞ്ഞാൽ നോ. അതേ സമയത്ത് ഞാനതാണ് ഉദ്ദേശിച്ചത്, അവിടെ ഒരു അനുവാദം വേണം നമുക്ക്. കുറുപ്പ് സാറ് പിന്നെ അങ്ങോട്ട് സ്നേഹിക്കുകയും ഒരു ഇതുപോലെ ഗുരുവിനെ പോലെ സ്നേഹിക്കുകയും ടീച്ചർ പിന്നെ അങ്ങോട്ട് ഗുരുവിനെ പോലെ സ്നേഹിക്കുകയും ഒക്കെ ആണ്. എന്നിരുന്നാലും ഓരോരുത്തരുടെ ടൈം ടേബിൾ ഉണ്ടല്ലോ, അപ്പം നിങ്ങളെ വന്ന് കാണേണ്ട ഒരു സമയം അത് കുറുപ്പ് സാറിന് വളരെ നിർബന്ധം അറിയാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്നിരുന്നെങ്കിലും ഒന്ന് നിൽക്കുന്നു അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അങ്ങ് ചെല്ലും. അപ്പോൾ പിന്നെ ടീച്ചർക്ക് സ്നേഹമാണല്ലോ, സ്നേഹത്തിന് ഏറ്റവും വലിയ മൂർത്തിയാണ്. ശരി, അതുകൊണ്ടാണ് ഞങ്ങൾ ഫാമിലി സൗഹൃദമാണ് കൂടുതൽ. മറ്റൊന്ന്, അപ്പോൾ അങ്ങനെ ഈ ഇവരുള്ള ഇൻട്രാക്ഷനും ഈ എഴുത്തിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ നമുക്കും നമ്മളെ ഭാവി ജീവിതത്തിനും വലിയ പ്രചോദനം ചെയ്തു. അന്ന് എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, അന്ന് ചെറുകഥ എഴുതിയായിരുന്നു, പിന്നെയാണ് നാടകം, പിന്നെ നാടകം എഴുതി. ടീച്ചർ നേരത്തെ പറഞ്ഞില്ല, പിന്നെ നങ്ങമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള അനുഭവങ്ങളാണ് പലതും എഴുത്തിനും പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർക്ക് ഓർമ്മയുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാം? വളരെ ടച്ചിങ് ആയി ടീച്ചറുടെ മനസ്സിൽ. തിരുനെല്ലിയിൽ പോയിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെ വലുതല്ലേ. കൃഷിക്കാർ പണക്കാർ ആവും അന്ന്, ഇപ്പോൾ കൃഷിക്കാർ പണക്കാരാവുന്നില്ല. പക്ഷേ കൊയ്ത് കൊണ്ടുപോകുന്നത് കൃഷിക്കാരൻ്റെ പത്തായത്തിലെത്തുകയും അതിന് രാവും പകലും ഇല്ലാതെ തണുപ്പിൽ, വയനാട്ടിൽ തണുപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മഞ്ഞുകാലത്തും എല്ലാ കാലത്തും. അപ്പോൾ അവർ ഉച്ചയ്ക്ക് ഒരു പിടി നെല്ല് കൊടുത്താൽ അത് അന്ന് കൊണ്ടുപോയി കുത്തി കഞ്ഞിയാക്കി വെച്ച് കുടിച്ചിട്ട് ഉച്ചശേഷം പണിക്കരുത്. എന്നിട്ട് ആ പണി സൂര്യൻ അസ്തമിക്കുന്നവരെ, നടുന്ന നെല്ലിൻ്റെ കണ്ണിൽ തെളിയുന്നത് വരെ, സൂര്യപ്രകാശം ഉണ്ടാകുന്ന വരെ നട്ടുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പോലെ ടൈം വെച്ചിട്ടുള്ള പണിയൊന്നുമല്ല. ഇത്രയും അർപ്പണബോധം കൃഷിക്കോട്ടുണ്ടായിട്ട് ആദിവാസികൾക്ക് ഒരു നേരം പോലും ഉണ്ണാനില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു ആ കാലത്ത്. അന്ന് പല എഴുത്തുകാരികളും അരമനയിൽ നിന്ന് ഇറങ്ങാത്ത കാലത്ത് ടീച്ചർ രംഗത്തെത്തിയിരുന്നു. സ്റ്റഡി സർക്കിളിലൊക്കെ സജീവമായിരുന്നു. അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ടീച്ചർ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ ഒരു സമരത്തിൽ, എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് തോന്നുന്നു, സമരം ചെയ്തു, ചായ കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത് കമ്മിറ്റഡാണ്. അന്നത്തെ KSTAയുടെ ഒക്കെ ഒരു സംഘടനയുടെ കമ്മിറ്റ്മെൻറ്റിൽ ടീച്ചർ എന്ന് ഉറച്ചു നിന്നിട്ടുണ്ട്.